നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇതുവരെ പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെ ആസൂത്രിതമായി ഒഴിവാക്കിയെന്നും വോട്ടുകൊള്ള നടത്തുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുലിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ നിരാശയാണ് രാഹുൽ ഗാന്ധിക്കെന്ന് ബിജെപിയുടെ വിമർശനം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ കടന്നാക്രമിച്ചാണ് വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി പുതിയ തെളിവുകൾ നിരത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന 6018 വോട്ടുകൾ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കി. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വിവിധ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് വോട്ടുകൾ നീക്കിയത്. മഹാരാഷ്ട്രയിലെ രാജുറായിൽ 6800-ലേറെ വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർത്തെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. Whose numbers are these? How were they operated? Where were they operated from? Who generated the OTPs to disturb the process? ആലന്ദ് മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരെ വാർത്താസമ്മേളന വേദിയിൽ എത്തിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ കഴിഞ്ഞ 18 മാസത്തിനുള്ളിൽ 18 കത്തുകൾ കർണാടക CID തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും മറുപടി നൽകിയില്ല. ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ നിരാശയെന്ന് BJP. Your sole politics has become to create chaos, then play victim card, and you are always trying to delegitimize democracy. ഓൺലൈനിൽ ആർക്കും വോട്ട് നീക്കം ചെയ്യാൻ കഴിയില്ലെന്നാണ് ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. 24 ഡൽഹി. ചരിത്രത്തിലാദ്യമായി തുടർച്ചയായ 3-ാം ദിവസവും അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭ. വിലക്കയറ്റം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഓണക്കാലത്തെ വിപണി ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും ഉന്നയിച്ചായിരുന്നു സർക്കാരിന്റെ മറുപടി. പണപ്പെരുപ്പം ഉൾപ്പെടെ കണക്കുകൾ നിരത്തിയാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതെന്നും സർക്കാർ പരാജയമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉയർത്തിയായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം. PC വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തീരുമാനിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും വിലക്കയറ്റത്തിൽ ഇനി സർക്കാർ കോൺക്ലേവ് നടത്താമെന്നും PC വിഷ്ണുനാഥിന്റെ പരിഹാസം. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇപ്പോൾ ഈ സർക്കാരിന് മുമ്പിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തത്തിലൊരു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. പ്രതിപക്ഷം സ്ഥിതിവിവര കണക്കുകൾ നിരത്തിയപ്പോൾ സർക്കാർ പൊങ്ങച്ചം പറയുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കഴിഞ്ഞ 9 മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം 1-ാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോകാണ്. ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം 1-ാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല. ഓണക്കാലത്ത് വിപണിയിൽ ഇടപെടാൻ കഴിഞ്ഞെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. ഓണത്തിന് ഒരു തരി അരി പോലും നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെ പ്രതിപക്ഷം പറയാൻ തയ്യാറായിട്ടില്ലെന്നും ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ മലയാളിക്ക് അരി നിഷേധിച്ച, അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ, ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ മന്ത്രി പറഞ്ഞത് കള്ളമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഈ സർക്കാരിന്റെ കാലത്ത് 16 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തപ്പോൾ അതിൽ 4 അവതരിപ്പിച്ചത് PC വിഷ്ണുനാഥാണ്. 24 തിരുവനന്തപുരം. മുതിർന്ന നേതാവ് AK ആന്റണിക്കെതിരായ വിമർശനത്തെ സഭയിൽ എതിർക്കാത്തതിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംസാരിക്കാൻ അവസരമില്ല എന്ന വാദമുയർത്തിയാണ് പ്രതിരോധം. AK ആന്റണിയെ അവഹേളിക്കുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിരോധിക്കേണ്ടതായിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. AK ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങളുണ്ടായി. AK ആന്റണിയുടെ ഭരണകാലത്തെ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചിരുന്നു. ഇതിന് പ്രതിപക്ഷത്തു നിന്ന് ആരും പ്രതിരോധിക്കാതിരുന്നതോടെയാണ് AK ആന്റണി സ്വയം പ്രതിരോധത്തിനിറങ്ങിയത്. ശിവഗിരി, മുത്തങ്ങ, മാറാട് സംഭവങ്ങളിലാണ് ആന്റണി പ്രതികരിച്ചത്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ AK ആന്റണിയെ പിന്തുണച്ച നേതാക്കൾ വിനോദം എന്നൊരു പോലീസുകാരനെ അടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു പോലീസ് നടപടിയാണ്. പക്ഷെ ആദിവാസികൾക്ക് നേരെ അത് നടത്താൻ പാടില്ല, ക്ഷമ ചോദിക്കുന്നുവെന്ന് ശ്രീമാൻ AK ആന്റണി പറഞ്ഞത് ഒരു മഹത്തായ കാര്യമാണ്. കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോട് AK ആന്റണിയുടെ പ്രതികരണം ഇങ്ങനെ: റണ്ണിങ് കമന്ററി എൻ്റെ ശൈലിയല്ല. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതികരണം കൊടുക്കുന്ന ഏർപ്പാട് എനിക്കില്ല. റണ്ണിങ് കമന്ററിക്ക് ഞാനില്ല. ഇന്നലത്തെ അധ്യായം ക്ലോസ് ചെയ്തു. AK ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. ബലം പ്രയോഗിച്ചും വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെൻറ്
വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. മുത്തങ്ങയിൽ അന്ന് അനുഭവിച്ച പീഡനങ്ങൾക്ക് എങ്ങനെ മാപ്പ് നൽകുമെന്നായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ CK ജാനുവിന്റെ പ്രതികരണം. വൈകിയ വേളയിൽ ഖേദം പ്രകടിച്ചതിൽ എന്തായാലും തിരിച്ചറിഞ്ഞാൽ ആശ്വാസം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും പോകണമായിരുന്നു. AK ആന്റണിയുടെ പരാമർശങ്ങൾ നിയമസഭയിൽ ഭരണപക്ഷം ചർച്ചയാക്കി. അതേസമയം സർക്കാർ പുറത്തുവിടണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നേരത്തെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. വനം വന്യജീവി നിയമ ഭേദഗതി ബില്ലുകൾ സർക്കാരിനെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന ആരോപണം ഉയർത്തിയെങ്കിലും നിയമസഭയിൽ പിന്തുണച്ച് പ്രതിപക്ഷം. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാനം നിയമമുണ്ടാക്കിയാൽ നിലനിൽക്കുമോ എന്ന സംശയം പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചു. വോട്ട് ലക്ഷ്യം വെച്ചുള്ള ബില്ലാണെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകരുത് എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചാൽ ഉടനെ അതിനെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് മുഖേന മുറിച്ചുമാറ്റി വിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതാണ് വനഭേദഗതി ബില്ല്. മലയോര ജനതയെ ബാധിക്കുന്ന ബില്ലിന്മേൽ സഭയിൽ നടന്നത് വിശദമായ ചർച്ച. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ബില്ല് തെരഞ്ഞെടുപ്പ് അജണ്ടയെന്ന് പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് ബില്ലെത്തിയാൽ പാർലമെന്റിൽ കോൺഗ്രസ് സഹകരിക്കണമെന്ന് മന്ത്രി P രാജീവ്. ചർച്ചകൾക്കൊടുവിൽ വനം വന്യജീവി ഭേദഗതി ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പേരൂർക്കടയിൽ പോലീസ് ട്രെയിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ SAP ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ഹവിൽദാർ ബിബിൻ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നുമാണ് മരിച്ച ആനന്ദിന്റെ കുടുംബത്തിന്റെ ആരോപണം. എൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ SAP ക്യാമ്പ് പേരൂർക്കട നല്ല മാനസികമായിട്ട് എൻ്റെ അനിയൻ നല്ലപോലെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ഓണത്തിന് വന്നപ്പോഴും ചെറിയ സൂചനകൾ തന്നിട്ടുണ്ട്. എനിക്ക് ചേട്ടാ പറ്റുന്നില്ല, അവിടെ മാനസികമായിട്ട് ഞാൻ ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണ് അവൻ പറയണം. നല്ല ജാതിപരമായിട്ടും എല്ലാ ഇതുമായിട്ടും അവൻ നല്ല രീതിയിൽ അവിടെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവനെ കപിൽദാർ എന്ന് പറയുന്ന സാറ് നല്ലപോലെ അവനെ പീഡിപ്പിക്കുന്നുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവനെ തളർത്തിയാണ്. ഈ 3 മാസം കൊണ്ട് അവൻ നല്ല രീതിയിൽ അവിടെ നല്ല ഡിപ്രഷൻ അനുഭവിക്കുകയാണ്. അതാണ് അവൻ ഓരോന്നും അപ്പോഴും അമ്മയും ആരെയും അറിയിക്കേണ്ട അവൻ മുന്നോട്ടുള്ള ഭാവി എന്താവും എന്ന് അങ്ങനെ ചിന്തിച്ചാണ് അവൻ ഓരോന്നും പറയാതെയും അവൻ ഉൾക്കൊണ്ട് മാനസികമായിട്ട് അവൻ തളർന്നു പോയത്. ബിബിനാണ് അവിടുത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ കപിൽദാറാണ് അവരെ മേലോട്ട് കൊണ്ടുപോകണത്. അവരൊക്കെ പരേഡും കാര്യങ്ങളും അങ്ങനെ ചിട്ടയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എന്നെ അവിടെ ഇട്ട് ഉരുട്ടയാണ്, ഞാൻ പലതും കണ്ടില്ല എന്ന് സഹിച്ച് നിൽക്കുകയാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിലായിരുന്ന SAP ക്യാമ്പിലെ ആനന്ദിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, ഒരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞാണ് ഇപ്പോൾ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. കുടുംബത്തിന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ടോ? ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? പ്രവിത, ഈ മരണത്തിന് മുൻപേ തന്നെ കുടുംബത്തിന് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ കൃത്യമായി ആനന്ദ് പറഞ്ഞിരുന്നു എന്നാണ് നിലവിൽ കുടുംബം പറയുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മകൻ വരട്ടെ, ഈ സമയത്ത് തന്നെ ഇങ്ങനെ പരാതികളൊക്കെ തന്നെ അങ്ങനെ പരാതിപ്പെട്ടാൽ അത് മകൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടായിരുന്നു കുടുംബം ആദ്യഘട്ടത്തിൽ പരാതി നൽകാതിരുന്നത്. ഓണത്തിന് അവസാനമായി ആനന്ദ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് സഹോദരനോട് ഈ രീതിയിൽ മർദ്ദനമേൽക്കുന്ന വിവരം ശാരീരികമായി പീഡിപ്പിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ഒപ്പം തന്നെ ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കാര്യം കുടുംബത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ അതിജീവിച്ചു കൊണ്ടുവരണം എന്ന ഉപദേശമായിരുന്നു സഹോദരൻ നൽകിയത്. പക്ഷേ പിന്നീടാണ് അനുജനെ കാണാൻ വേണ്ടി എത്തിയപ്പോഴും ശരീരത്തെ പലയിടങ്ങളിലും പാടുകൾ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മരണം സംഭവിച്ച ശേഷവും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. അതിനുശേഷം ശരീരത്ത് പലയിടങ്ങളിലും പാടുകളുണ്ട് എന്ന് സഹോദരൻ ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പേരൂർക്കട പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്ന് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ലഭ്യമാകാനുണ്ട്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ഹവിൽദാർ ഒരു ബിബിൻ്റെ പേരിലാണ് പരാതി നൽകിയിട്ടുള്ളത്. അങ്ങനെ മുതിർന്ന ബിബിൻ അടക്കമുള്ള ചില ഉദ്യോഗസ്ഥർ
മാനസികമായി ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആനന്ദ്. അങ്ങനെ ആനന്ദിനെ ആ രീതിയിൽ ജാതീയമായി അധിക്ഷേപിച്ചു. അങ്ങനെ ആദിവാസി വിഭാഗത്തിൽ വരുന്ന ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാകാൻ പാടില്ല, നിനക്കെന്ത് യോഗ്യതയുണ്ട് തരത്തിലുള്ള രീതിയിലുള്ള അപമാനം അധിക്ഷേപം നടത്തി എന്നൊക്കെയാണ് കുടുംബത്തിൻ്റെ അരുത് നേരത്തെ വീട്ടിൽ വന്ന് പറഞ്ഞ സമയത്ത് അതിൽ സംബന്ധിച്ച് പരാതി നൽകിയിരുന്നില്ല. പക്ഷേ അത് മറ്റു കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും, അത് പ്രശ്നങ്ങളാക്കേണ്ട എന്ന് കരുതിയാണ് കുടുംബം എവിടെയും പരാതിപ്പെടാതിരുന്നത്. അങ്ങനെ കടുത്ത മാനസിക വിഷമത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതും പിന്നീട് ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇടപെട്ട് ആനന്ദിന് ഒരാളെ കൂടി ആനന്ദിനെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആനന്ദിനെ ശ്രദ്ധിക്കാൻ ഒരാളെ കൂടി ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും കൊടിയ രീതിയിലുള്ള റാഗിങ് അനുഭവിക്കേണ്ടി വന്നു. ഏതാനും മാസങ്ങൾ 3 മാസം ആകെ 9 മാസത്തെ ട്രെയിനിങ് ആണ് SAP ക്യാമ്പിലുള്ളത്. അതിൽ 3 മാസത്തിനിടെ തന്നെ ഗുരുതരമായിട്ടുള്ള തരത്തിലുള്ള ഇടപെടലായിരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആരോപണമാണ് കുടുംബത്തിനുള്ളത്. സംബന്ധിച്ചെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് കൂടി പരാതി കൊടുക്കുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്. പ്രവിത. മനീഷ് മഹിമാലാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ പാൽ വില വർധന ഉണ്ടാകുമെന്ന സൂചന നൽകി മന്ത്രി ജെ ചിഞ്ചുറാണി. വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണ്. നടപടികൾ പൂർത്തിയായി വരികയാണെന്നും തോമസ് കെ തോമസിന്റെ സബ്മിഷന് മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2011 സെപ്റ്റംബർ 1 ഇത്ര നമ്പർ കേസിന്റെ ഉത്തരവ് പ്രകാരം പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം മിൽമയ്ക്കാണ് വ്യക്തമാക്കിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച 5 അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽ വില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി പ്രജീഷിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ചിൽ പയ്യന്നൂരിലെ തന്റെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചാണ് പ്രതി ആൺകുട്ടിയെ പീഡിപ്പിച്ചത്. കിണാശ്ശേരി സ്വദേശി അബ്ദുൾ മനാഫിനെ കഴിഞ്ഞ ദിവസം കസബ പോലീസ് പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയി. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിസിൽ നരഹത്യാ കേസിൽ 3 പ്രതികൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. 2ാം പ്രതി രഞ്ജിത്തിനെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സരോവരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 1ാം പ്രതി നിഖിൽ, 2ാം പ്രതി രഞ്ജിത്ത്, 3ാം പ്രതി ദീപേഷ് എന്നിവരെ 2 ദിവസത്തേക്കാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിൽ 2ാം പ്രതി രഞ്ജിത്തിനെ 2 ദിവസം മുൻപാണ് പിടികൂടിയത്. ബിജിലിനെ കല്ലുകെട്ടി താഴ്ത്തിയ സരോവരത്തെ ചതുപ്പിൽ രഞ്ജിത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബിജിലിന്റെ അസ്ഥി ഒഴുക്കിയെന്ന് മൊഴി നൽകിയ വരക്കൽ കടപ്പുറത്തും പ്രതിയെ എത്തിച്ചു. ഇനി 3 പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യും. ലഹരി മരുന്ന് അമിത അളവിൽ വിജിലിന്റെ ശരീരത്തിൽ കുത്തിവച്ചതിനെ തുടർന്ന് ബോധം പോയപ്പോൾ ചതുപ്പിൽ കല്ലുവെച്ച് താഴ്ത്തിയെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. നേരത്തെ സരോവരത്ത് നടത്തിയ തിരച്ചിലിൽ വിജിലിന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ലഹരി മരുന്ന് പ്രതികൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നറിയാനാണ് 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക. അതേസമയം 2 ദിവസത്തിനകം DNA പരിശോധനയ്ക്കായി സാമ്പിൾ അയക്കും. 2019 മാർച്ച് 24 വിജിലിനെ കാണാതായത്. 6 വർഷത്തിനിപ്പുറമാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. 24 കോഴിക്കോട്. യുവനടി റിനി ആൻഡ് ജോർജ് നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ കേസെടുത്ത സൈബർ പോലീസ്. യുവനേതാവിനെതിരായ ആരോപണത്തെ തുടർന്നാണ് നടിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളും സൈബർ ആക്രമണങ്ങളും ഉണ്ടായത്. മുഖ്യമന്ത്രിക്കും DGPക്കും റിനി ആൻഡ് ജോർജ് നൽകിയ പരാതിയാണ് ആലുവ സൈബർ പോലീസിന് കൈമാറിയത്. പരാതി പരിശോധിച്ച പോലീസ് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്കെതിരെ IT ആക്ട് പ്രകാരം കേസെടുത്തു. പരാതിയിൽ കർശന നടപടി സ്വീകരിക്കാൻ DGPയും കർശന നിർദ്ദേശം നൽകിയിരുന്നു. രാഹുൽ ഈശ്വർ, ഷാജൻ സക്രിയ, വിവിധ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയായിരുന്നു റിനിയുടെ പരാതി. പോസ്റ്റുകൾ വിശദമായി അന്വേഷിച്ചു വരികയാണ്. 2 തരത്തിലാണ് അന്വേഷണം. റിനി ആൻഡ് ജോർജിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇട്ട ആളുകളെയും യൂട്യൂബ് ചാനലുകൾ വഴി അധിക്ഷേപം നടത്തിയവരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 24 കൊച്ചി. 10 വർഷത്തിനിടെ 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നുണയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 144 പേരെ പിരിച്ചുവിട്ട രേഖ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. മുഖ്യമന്ത്രിയുടേത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കമാണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. 144 പേരെ തന്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ആകെ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസുകാരെയാണ്. അപ്പം അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. തന്റെ ഭരണകാലത്ത്
പിരിച്ചുവിട്ട 144 പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലാത്ത പക്ഷം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം പോലീസ് മർദ്ദനങ്ങൾക്കെതിരായ KSUവിന്റെ നിയമസഭാ മാർച്ചിൽ തലസ്ഥാനത്ത് തെരുവ് യുദ്ധം 16 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും കമ്പും എറിഞ്ഞു. പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും നീണ്ടു. ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാനും പ്രവർത്തകർ ശ്രമിച്ചു. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ സൗകര്യമാക്കി നൽകണമെന്ന് ഹൈക്കോടതി. പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയ അപ്പീലിലാണ് വിധി. പാതയോരങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിന് ദേശീയപാത അതോറിറ്റിയെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. ദേശീയപാതയിലെ പമ്പുകളിലെ ടോയ്ലറ്റുകൾ ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും 24 മണിക്കൂറും തുറന്നു നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. ദേശീയപാതയിലല്ലാത്ത പമ്പുകളും ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും മുഴുവൻ സമയവും ടോയ്ലറ്റ് സൗകര്യം ഉറപ്പാക്കണം. പൊതുജനങ്ങൾക്ക് സൗകര്യം നൽകണോ എന്നത് പമ്പുടമകളുടെ വിവേചന താൽപര്യമെന്നും ഹൈക്കോടതി. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിക്കും രൂക്ഷ വിമർശനം. യാത്രികർക്ക് ദേശീയപാത ഓരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്. കൃത്യമായ ദൂരപരിധിയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത പെട്രോൾ പമ്പുടമകൾക്കുമേൽ നൽകാനാവില്ലെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ജോധ്പൂർ രണതംബൂർ യാത്രയിൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടായെന്നും ജസ്റ്റിസ് അമിത് റാവൽ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിലും 4 ടോൾ ഈടാക്കിയെന്നും പരിഹാസം. പെട്രോൾ പമ്പുടമകളുടെ അപ്പീലിലാണ് ജസ്റ്റിസ് അമിത് റാവലിന്റെ വിമർശനം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലെ സ്ഥലപരിമിതിക്ക് പരിഹാരം. മൃതദേഹം സംസ്കരിച്ചു തുടങ്ങി. മൃതദേഹം സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്ന 24 വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെയാണ് നടപടി. 24 ഇംപാക്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലെ സ്ഥലപരിമിതി വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് കോർപ്പറേഷൻ നടപടി. 7 മൃതദേഹങ്ങൾ കോർപ്പറേഷൻ ഇടപെട്ട് സംസ്കരിച്ചു. ഇനി 10 മൃതദേഹങ്ങളാണ് സംസ്കരിക്കാനുള്ളത്. മോർച്ചറിയിലെ 2ാം യൂണിറ്റ് ഫ്രീസറും ഉടൻ പ്രവർത്തന സജ്ജമാക്കും. വെള്ളയിൽ, ചേവായൂർ മെഡിക്കൽ കോളേജ്, കുന്നമംഗലം, പന്നിയങ്കര പോലീസ് സ്റ്റേഷനുകളിൽ നിന്നെത്തിച്ച 17 മൃതദേഹങ്ങളാണ് സംസ്കരിക്കാതെ ദിവസങ്ങളായി കിടന്നിരുന്നത്. ഒരു ഫ്രീസർ പ്രവർത്തിക്കാത്തതും പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. 24 കോഴിക്കോട്. ഇടുക്കി ചിത്തരപുരത്ത് മണ്ണിടിഞ്ഞ് 2 തൊഴിലാളികൾ മരിച്ച റിസോർട്ടിന്റെ നിർമ്മാണം തടയുന്നതിൽ റവന്യൂ വകുപ്പിന് ഗുരുതര വീഴ്ച. പള്ളിവാസൽ വില്ലേജിനോട് ചേർന്ന് നടന്ന അനധികൃത നിർമ്മാണം ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്ന് നടിച്ചു. അപകടമുണ്ടായ റിസോർട്ടിന്റെ ഉടമകൾക്കും സൂപ്പർവൈസർക്കുമെതിരെ പള്ളിവാസൽ പോലീസ് കേസെടുത്തു. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമായിരുന്നു മിസ്റ്റിക് വണ്ടർ റിസോർട്ടിന്റെ നിർമ്മാണം. റിസോർട്ട് ഉടമകളായ ഷെറിൻ അനില ജോസഫ്, ഭർത്താവ് സെബി പി ബാബു, ഇവരുടെ സഹായി ജെയ്സൺ എന്നിവർക്കെതിരെയാണ് വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തത്. ഇന്നലെ FIR ഇട്ടപ്പോൾ 2 പേരുടെയും പേര്, ഈ പ്രോപ്പർട്ടി ഓണറുടെ അവരുടെ ഹസ്ബൻഡിൻ്റെയും പേര് ചേർത്താണ് എടുത്തത്. ഇന്നിപ്പോൾ മറ്റേ ആൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെയും കൂടി നമ്മൾ പ്രതി ചേർത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് അനധികൃത നിർമ്മാണമെന്നാണ് ആരോപണം. 2025 ജനുവരിയിൽ മിസ്റ്റി വണ്ടർ റിസോർട്ടിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി ഗേറ്റ് സീൽ ചെയ്തിരുന്നു. ഇത് മറികടന്ന് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് മാർച്ച് മാസത്തിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നെങ്കിലും തടയാനുള്ള നടപടി സ്വീകരിച്ചില്ല. അപകടത്തിൽ മരിച്ച രാജീവന്റെയും ബെന്നിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 ഇടുക്കി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനിക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് സെബി. കമ്പനിക്കെതിരായ നടപടികൾ അവസാനിപ്പിക്കും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, വിവരങ്ങൾ. 2023 ഹിൻഡൻബർഗ് അദാനിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഷെയർ വാല്യൂ, ഓഹരി വില അത് പെരുപ്പിച്ച് കാണിച്ച് വ്യാജ കമ്പനികൾ, ഓഫ്ഷോർ കമ്പനികൾ ഉപയോഗിച്ച് തിരിമറി നടത്തി എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അതേ തുടർന്ന് അദാനിക്ക് ഓഹരി വിപണിയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് മാത്രമല്ല നിയമപരമായ നടപടികൾ കൂടി നേരിടേണ്ടി വന്നിരുന്നു. സെബി ഇതുമായി ബന്ധപ്പെട്ട വിപണിയുമായി ബന്ധപ്പെട്ട റെഗുലറായ സെബി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും നടത്തി. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ സെബി അദാനിക്കെതിരെ ഒരു തെളിവുമില്ല
ഈ പരാതികളിലൊന്നും തന്നെ ആരോപണങ്ങൾ കഴമ്പില്ല എന്നുള്ള അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണനയിലുള്ളതാണ്. അവിടെയും സെബിയുടെ നിലപാട് നിർണായകമാണ്. ഈ സെബിയുടെ അധ്യക്ഷയായിരുന്ന മാധബി പുരി പുച്ചുമായി ബന്ധപ്പെട്ട് അവരുടെ ഭിന്ന താല്പര്യവുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. ഏതായാലും ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് കൂടി തയ്യാറായിരിക്കുന്നു. അദാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ പോലും അദാനി പുറകോട്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.